എടി എന്റെ പൗഡർ എവിടാ വെച്ചേക്കുന്നേ? അയ്യോ വേണ്ട, ഞാൻ കണ്ടു. എന്താ കുയിന് മേരി, മാമനോട് പറയാതെ എങ്ങോട്ടാണ് യാത്ര? മാമന്റെ അടുത്ത് ഒന്നും പറയണ്ട, അമ്മ പറഞ്ഞപ്പോ. ഓ, കടുക് മണിക്ക് ഇപ്പൊ കുറുമ്പാണല്ലോ. വല്യമ്മേ, എന്താ മോനെ? ഒരു വഴിക്ക് പോകുമ്പോ എങ്ങോട്ടാ പോന്നെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പൊ വരാൻ നേരത്ത് പറഞ്ഞല്ലോ. എവിടെ പോയി എല്ലാരും? ലൂസിയുടെ മോൾക്ക് ബാധ കയറിയിരിക്കുന്നു മോനെ. എപ്പം നോക്കിയാലും അപ്പൂപ്പന്റെ പേര് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പോയൊന്ന് കണ്ടിട്ട് വരാം മോനെ. ഇതെന്താ ഈ കിളവി ചാണല് മാറ്റി പിടിച്ച് സംസാരിക്കുന്നേ? എവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എലിസബത്തെ, ചേച്ചി എലിസബത്തെ. എന്താടാ, എന്താ വേണ്ട നിനക്ക്? ഇപ്പൊ നിങ്ങൾ എല്ലാരും എവിടേക്കാ പോകുന്നത്? അത് നമ്മുടെ സിൽവ അമ്മൂമ്മ മരിച്ചു പോയടാ, അത് ആഘോഷിക്കാൻ അടക്കത്തിന് പോവാന്നാ ഞാൻ. അയ്യോ, സിൽവമ്മ മരിച്ചതിനാണോ ഇത്ര മേക്കപ്പ്? എത്ര കോട്ടായത്? കുറച്ച് പേസ്റ്റ് പാക്ക് ഇട്ടതാ, സഹിക്കില്ലല്ലോ നിനക്ക്. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറ്റി വെക്കോളൂ. നോക്ക്. എന്താ ചേച്ചി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് പോകുന്നേ? ഡൊണാൾഡ്, ഈ വേഷത്തിൽ നീ എങ്ങോട്ടാ പോണേ? ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കാണുമെന്ന് കരുതി, അതുകൊണ്ട് ഊണ് കഴിച്ച് ഉറങ്ങി എഴുന്നേക്കൊന്ന് വിചാരിച്ചു. പക്ഷെ കുത്തുകല് പോലെ നിൽക്കുമല്ലേ. വേറൊന്നുമല്ല, ഞങ്ങൾ ഏഞ്ചലിന്റെ കല്യാണത്തിന് പോവാ. ഞാനില്ലാതെ എങ്ങനെയാ ഏഞ്ചലിന്റെ കല്യാണം നടക്കുന്നത്? ചേട്ടനില്ലാതെ കല്യാണം നടക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനൊന്നും പറയാതെ നീ, ഞാനും വരും. ആശീർവാദം. എന്താ ഏഞ്ചലിനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ 10 കല്യാണം കൂടെ നടത്തി തരാൻ ഞാൻ റെഡിയാ. പക്ഷെ ഒരു കല്യാണം തന്നെ 10 തവണ നടത്താൻ പറയരുത്. പാരീസിൽ നിന്ന് 1000 ബിഷപ്പുമാരിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ മുന്നിൽ തല കുനിയേണ്ടതായി വരരുത്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കർത്താവില്ലേ? കർത്താവ് എനി ടൈം എവിടെയും കാണും, പക്ഷെ ഞാനുണ്ടാവില്ല. അയ്യോ അച്ചോ, തിരക്കുമ്പോ പോയി നോക്ക. എന്റെ അമ്മച്ചി, അയ്യോ എന്റെ കർത്താവേ, എന്റെ പൊന്നു മൈക്കിളെ. മൈക്കിള് മോനെ, ആക്സിസ് ബാങ്കിൽ നിന്ന് 5% പലിശക്ക് എടുത്തിട്ടാ 6ാമത്തെ തവണ ഞാൻ ഈ കല്യാണം നടത്തുന്നേ. ദയവ് ചെയ്ത് പോയേ മോനെ. അതെങ്ങനെ? കുറി തന്നിട്ട് വന്നപ്പോ പൊക്കോ. ഞാൻ ചേച്ചിയല്ലേ ക്ഷണിച്ചത്, നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ആൻഡ് ഫാമിലി എഴുതിയിരുന്നല്ലോ, അതിനർത്ഥം എന്താ? പറഞ്ഞത് പോയിന്റ് ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി ചേർത്തതാ, മനസ്സിലൊന്നും വെക്കാതെ കർത്താവിനെ ഓർത്ത്. വന്ന വഴിക്ക് തിരിച്ചു പോടാ കൊച്ചനെ. ചുമ്മാ കളിക്കാതെ. ബിരിയാണി ആരാ ഉണ്ടാക്കുന്നത്? പീർമേട് മൊയ്തീൻ ബായി. അവൻ നമ്മുടെ ആളല്ലേ. കോളക്കോഴി ബിരിയാണി അവൻ കിടുക്കാച്ചായിട്ടുണ്ടാക്കി. സത്യമാണോ? എന്റെ വല്യമ്മച്ചി തട്ടിപ്പോയി അവനല്ലേ ഉണ്ടാക്കിയത്. ഒരു നല്ല കാര്യം നടക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ വീട്ടിൽ നടന്ന ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഇവനാരും പെണ്ണ് തരുന്നില്ല, അതുകൊണ്ടാ മരണ വീടിനെ കുറിച്ച് പറഞ്ഞു. ചുമ്മാ ചേച്ചി. അങ്കിൾ വലിക്കുന്നുണ്ടല്ലേ. വാ, കുറച്ച് ബിരിയാണി ഇട്ട് നിങ്ങളുടെ മകളെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾ പൊക്കോളാം. എന്താ പോരെ? നീ ഇവിടുന്ന് പോയി തന്നാ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഒന്ന് പോടാ മൈക്കിളെ. എന്നാ പന്തല് ഞങ്ങൾ പൊളിക്കട്ടെ. ഏതാടാ അലവലാതി? ഓട്ടോ വരുമ്പോ തന്നെ പന്തല് പൊളിക്കേണ്ടതല്ല മൈ ബേബി മോനെ. ഓക്കേ ബേബി മോനെ. ആശീർവാദം ഒന്നും പറഞ്ഞില്ലേ? ഈ ഫോട്ടോഗ്രാഫറിന് ബാക്കി കാശ് കൊടുത്താൽ അയാൾ ഫോട്ടോ എടുക്കുള്ളൂ ഒന്ന് വന്ന് ചോദിച്ചേ. എടി, ഈ കല്യാണം നടക്കത്തില്ലെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ. കർത്താവേ, എന്തൊരു പരീക്ഷണമായത്. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ മരുമോനെ. അമ്മായി വാന്നേ. എടി ഗീതേ, ചെറുക്കൻ ഒരു കസേര എടുത്തിട്ടെ. എന്തിനാ കരയുന്നേ? നാട്ടിലുള്ള എത്രയോ പേർക്ക് കല്യാണം നടക്കുന്നു. അതിന് എന്നാ നിനക്ക് മാത്രം ഒരു പെങ്കച്ചിനെ കിട്ടുന്നില്ലല്ലോടാ മൈക്കിളെ. ഈ നാട്ടിൽ എത്രയോ പേര് ചത്തൊടുങ്ങുന്നുണ്ട്. ഒടുങ്ങാൻ വേണ്ടി നിങ്ങൾ ചാവുന്നില്ലല്ലോ. മാറുതല്ലേ. ഈ തടിയന്മാരെയൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ബിരിയാണി തികയോ എന്തോ.
ഈ പ്രാവശ്യം വെള്ളസാരിയാ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ? വലത്തോട്ട് നോക്കരുത്, വലത്തോട്ട് നോക്കരുത്, നോക്കാതെ തിരുസഭയ്ക്ക് നന്ദി. ജോൺ എന്ന നിനക്ക് ഏഞ്ചലിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതം 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 ഫാദർ. മരിക്കാണല്ലോ അവൻ. എന്തോന്നിന് ഇത്രയും സമ്മതം? അടങ്ങ്, അവർ പെണ്ണിനെ തരും. ഈശോയെ, ഈ തവണയെങ്കിലും ഇവൻ ഇവളെ കെട്ടാൻ സാധിക്കണേ. ഏഞ്ചലായ നിനക്ക് ജോണിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട് പോണേ. മാറി നിൽക്കും. ഏഞ്ചൽ എന്ന ഞാൻ മൈക്കിളിനെ ചേട്ടാ ചേട്ടൻ എന്ത് പറ്റി? എന്റെ കർത്താവേ, ഒന്ന് നിൽക്ക്, സംസാരിക്കട്ടെ. അയ്യോ അച്ചോ, നെഞ്ചു വേദനിക്കുന്നു അച്ചോ. വേണമെങ്കിൽ കൊച്ചിനോട് ഞാൻ ചോദിക്കട്ടെ അച്ചോ. എന്റെ അമ്മയാണ്. നീ എന്താണ് വിചാരിച്ചത്? കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കുക, ഓരോ പ്രാവശ്യവും വന്ന് എന്നെ കളിയാക്കാൻ നോക്കോ. ആ മൈക്കിളോടെ പോയടാ. എവിടെയുണ്ട് അച്ഛാ? അടക്കട കഥവ. മൈക്കിളെ നോക്കിച്ചാടി തൊലി പോകും. ആ റായപ്പൻ, കളക്ടറുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. മിനിസ്റ്ററും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോട് വരാൻ പറഞ്ഞു. കളക്ടർ ഓഫീസല്ലേ, ഞാൻ വന്നേക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കൈയോടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കുക. പോയിക്കോ, വന്നേക്കാം. വന്നേ. ബീഗിലകത്ത് പോ. പോ, അകത്ത് പോ. എന്താ? എൻ്റെ മോനെ മാച്ച് കളിക്കാൻ വേണ്ടി പോവാ. പോയി കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. പോയിക്കോ. എന്താടാ നിനക്ക് എവിടുന്ന ഇത്രയും ദേഷ്യം? അവൻ പോലീസുകാരൻ, ഞാൻ റൗഡി. അവൻ എന്നോട് അങ്ങനെ മാത്രമേ പെരുമാറുള്ളൂ. നീ എന്തിനാ ഇതിനിടയ്ക്ക് വരുന്നത്? അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോ നീ ശബ്ദം ഉണ്ടാക്കിയില്ലേ? അച്ഛനത് കേട്ടപ്പോ എന്തോ പോലെ തോന്നി മോനെ എനിക്ക്. വേണ്ട ബെഗിലേ, ഒരു സെക്കൻഡ് മതി വെറുതെ വഴിതെറ്റിപ്പോകാൻ. നീ ഒരു സ്പോർട്സ്മാൻ അല്ലേടാ. സന്തോഷമായിട്ട് പലയിടങ്ങളിലും പോയി മാച്ച് കളിച്ച് ജയിച്ചു വരാൻ നോക്കല്ലാതെ വെറുതെ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ ജയിക്കാൻ. മനസ്സിലായോ? മനസ്സിലായോടാ? ശരി, പോട്ടെ, സാരല്ല, ഒന്നുമില്ല. ഈ മാച്ച് ജയിച്ചാലല്ലേ ഡൽഹിക്ക് പോകാൻ കഴിയുള്ളൂ. അതെ അച്ഛാ. ശ്രദ്ധ എപ്പോഴും മാച്ചിൽ തന്നെ ആയിരിക്കണം. വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാൻ പാടില്ല. നീ പോയിട്ട് വാ. ബിഗിലേ, കപ്പ് പ്രധാനം ബിഗിലേ. നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ കലാം ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലാണ് ഇവിടെ ചെന്നൈയിൽ. ഈ മാച്ച് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നാഷണൽ സെലക്ടർ ശർമ്മ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അത് നിന്റെ പേരല്ലേ? ഈ മാച്ചിന് ശേഷം വിളിച്ചു കൂവില്ല. വെറും 5 മിനിറ്റ്. ഈ കിടന്ന് കൂവുന്നതെല്ലാം അവസാനിച്ചോളും. എൻജോയ് ചെയ്തോ. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഇവിടെ പിടിച്ചു കെട്ടുക. എന്താണോ, 8 വർഷത്തെ
ചാമ്പ്യൻ എന്ന അഹങ്കാരം. ചങ്ങാതി, വിജയം കണ്ണു മറയ്ക്കും, തോൽവി പലതും പഠിപ്പിക്കും. നമ്മളെപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കണം. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കളത്തിലിറങ്ങരുത്. പഠിച്ചോളും. ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ പോകുന്നത് മണിപ്പൂരോ അതോ തമിഴ്നാടോ? കാത്തിരുന്ന് കാണാം. അലക്സ്, റായപ്പൻ, ഇത് നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ്. നിങ്ങൾ തമ്മിലുള്ള വഴക്കില് ഈ 3 മാസം കൊണ്ട് 13 പേർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കായിരുന്നു, അതുണ്ടാക്കി അവരോട് ചോദിക്കേ. അവന്മാര് തുടങ്ങി വെച്ചു, ഞങ്ങൾ അവസാനിപ്പിച്ചു. അല്ലേ റാവുത്തറേ? അവൻ കുറ്റം ചെയ്തു സാറേ. ആ കുറ്റം തടയാൻ വേണ്ടി കളത്തിൽ ഞങ്ങളും ഇറങ്ങേണ്ടതായി വന്നു. കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും പോലീസും കോടതിയുമില്ലേ? അതിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടോ സാറേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ എന്തിനാ അവരന്വേഷിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ അവർ ഞങ്ങളെ അന്വേഷിക്കുന്നത്. വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങും, അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല. ആവശ്യമില്ലാതെ ഞങ്ങളെ വലിച്ചഴക്കരുത്, പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ സൈലന്റ് ആയിട്ടൊന്നും ഞങ്ങൾ വരില്ല. എന്താ മിനിസ്റ്ററെ? പോയി മാച്ച് കൂച്ച് 2-0 അല്ലേ ഉള്ളൂ. അവൻ ഗോള് തടയാൻ വേണ്ടിയാടാ കളിക്കുന്നത്. നമ്മൾ ഗോൾ അടിക്കാൻ വേണ്ടി കളിക്കും. നമ്മുടെ മണ്ണിൽ മറ്റൊരു ടീമിന് ജയിക്കാൻ വേണ്ടി വിടുവോ? അവരുടെ കളി കണ്ടിരുന്നതൊക്കെ മതി. ഇനി നമ്മുടെ കളി എന്താണെന്ന് കാണിക്കാം. സെക്കൻഡ് ഹാഫിൽ തമിഴ്നാട് ടീം വളരെ ഉന്മേഷത്തോടു കൂടി തന്നെ ഇറങ്ങുകയാണ്. ഈ ഹാഫിൽ അവർക്ക് ഗോൾ അടിച്ചേ പറ്റൂ. റായപ്പൻ, എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്ക് ആവശ്യം പണവും പദവി അധികാരവും ഒന്നുമല്ല സാർ. എനിക്ക് എൻ്റെ ജനങ്ങളുടെ സമാധാനമാണ് ആവശ്യം. അവരെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും ശരി, ആര് വന്നാലും തട്ടി എതിർത്ത് ചോദിക്കും. ശരി, വരട്ടെ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ മറ്റടുത്ത എന്താടാ എന്താ എന്താടാ എന്താടാ? നിനക്ക് എത്ര വയസ്സായി മോനെ? മുതിർന്നവരോട് ഇങ്ങനെ പെരുമാറാവോ? ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ നിന്റെ അച്ഛൻ? വേണ്ട, തെറ്റ് തെറ്റ്. രായപ്പന് വയസ്സായി പോയി. വിളിച്ചു പറഞ്ഞ അതെല്ലാം അനുസരിക്കുമെന്ന് വിചാരിച്ചല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? വരുന്ന 7 ദിവസം കൊണ്ട് എല്ലാം തീർക്കണം, അതല്ലേ? ഇന്ന് ഏതാടാ ആഴ്ച? തിങ്കളാഴ്ച ഏട്ടാ. അടുത്ത തിങ്കളാഴ്ച എല്ലാം അവസാനിപ്പിക്കാം. സർവ്വതും തീർത്തേക്കാം. Well done, my buddy. What a fantastic game. Totally an international standard. Thank you, sir. Proud to have you in the national team.
ഈ സീസണിൽ മാത്രം 28 ഗോളല്ലേ അടിച്ചത്? അതെ സർ. ഒരു പ്ലെയർ ആയിട്ട് മാത്രമല്ല, നിന്റെ ക്യാപ്റ്റൻസി മെച്ചൂർഡ് ആയിരുന്നു. ഇഫ് ഓൾ ഗോ വെൽ, നിങ്ങൾ ഇന്ത്യൻ ടീം ലീഡ് ചെയ്യുന്നതിന് എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. നോക്കാം സെലക്ഷൻ കമ്മിറ്റി എന്താ പറയുന്നത്. ഇനി 3 മാസത്തിൽ പരീക്ഷ ഏട്ടാ. കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എന്തായാലും ജയിക്കുന്നേ. ഏട്ടാ എന്ത് പറ്റിയടാ? ചതിച്ചു ഏട്ടാ. ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ല ഏട്ടാ. നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ 6 പേരും ഇല്ലേ? ഞങ്ങളുടെ കാര്യം വിടേട്ടാ. ഏട്ടനെ ക്യാപ്റ്റൻ ആക്കുന്നവരെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ലിസ്റ്റിൽ പേര് പോലും ഇല്ല. ബിഗിലേ എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. അച്ഛാ കതിരെ ചുമ്മാതിരി. എന്താ കതിരെ, എന്താ പ്രശ്നം? ചേട്ടൻ ചോദിച്ചിട്ടില്ലേ എന്താന്ന് പറയും മോനെ? അതച്ഛാ, നാഷണൽ ടീമിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പേരില്ല. നിന്റെ പേരില്ലേ? ബിഗിലേട്ടന്റെ പേര് പോലും ഇല്ല അച്ഛാ. എങ്ങനെയാടാ നിന്റെ പേരില്ലാതെ വരുന്നേ? ക്യാപ്റ്റൻ ആകാൻ വരെ യോഗ്യത ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ബിഗിലേട്ടൻ അച്ഛാ. അതും റെക്കോർഡായിരുന്നു. അപ്പൊ പേര് വരേണ്ടതല്ലേ? ഇതിനകത്ത് ആ ഫെഡറേഷൻകാർ എന്തോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. ഇല്ല അച്ഛാ, ഞാൻ ഫെഡറേഷനിൽ പോയി സംസാരിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞേക്കാം. അച്ഛൻ വിട്ടേക്ക്. നീ നോക്കുമല്ലോ. ഞാൻ നോക്കിയുള്ളൂ അച്ഛാ. എല്ലാം ശരിയാവുമല്ലോ മോനെ. ശരിയാവും അച്ഛാ, വിട്ടേക്ക്. അങ്ങനെ വിടരുതേട്ടാ. ഇല്ല മോനെ, ഇത് ഉടനെ ചോദിച്ചറിയണം. വണ്ടി എടുക്ക. വേണ്ട, ഞാൻ രായപ്പനായിട്ടില്ല, മൈക്കിളിന്റെ അച്ഛനായിട്ട്. മോനെ നീ വണ്ടി എടുക്കടാ. നമസ്കാരം. നമസ്കാരം. വരൂ ഇരിക്കൂ. രായപ്പൻ മൈക്കിളിന്റെ ഫാദറാ. അറിയാം, പറയൂ. ഒന്നുമല്ല, സെലക്ഷൻ ലിസ്റ്റില് മോന്റെ പേരില്ല. അതെ, ഇല്ല. നല്ല കളിക്കാരനാ, അങ്ങേക്ക് അറിയാം. യെസ്, എൻ എക്സ്ട്രോർഡിനറി പ്ലെയർ. ഞാൻ അവനോട് പറഞ്ഞതാ അടുത്ത ക്യാപ്റ്റൻ നീ തന്നെയാണെന്ന്. പിന്നെന്തിനാ സാറേ? അല്ല, പിന്നെന്താ ലിസ്റ്റില് പേര്? സെലക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ട പോലെ അവനെ കണ്ടില്ല. എല്ലാം വളരെ കറക്റ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലീസ് റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നം. നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സാണ് അവനെ ടീമിൽ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. സാറേ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സാറേ ഉള്ളത്? അവൻ്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ മകൻ നാഷണൽ ടീമിലാണെന്ന് വിചാരിക്കുക. ടീമിലുള്ള എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആരോ നിങ്ങളുടെ മകനെ അറ്റാക്ക് ചെയ്താൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവൻ മാത്രമല്ല, ബസ്സിലുള്ള മുഴുവൻ പ്ലേയേഴ്സുമാണ്. അത്ര റിസ്ക് അവരെടുക്കില്ല. എനിക്ക് വിഷമമുണ്ട്. റായപ്പം പറ, എന്താണ് ചെയ്യേണ്ടത്? സാർ, അവൻ എന്നെ പോലല്ല. എന്റെ ജോലിയായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ല സാറേ. അവൻ അറിയാവുന്നത് അവന് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അവൻ കഴിവുള്ള ഒരു നല്ല പ്ലെയറാണ് സാറേ. എന്നെ ചൂണ്ടി അവന്റെ ജീവിതം നശിപ്പിക്കല്ലേ സാറേ. എന്തൊക്കെ ഉണ്ടെങ്കിലും അവന്റെ കഴിവ് നശിപ്പിക്കാവോ സാറേ? കള്ളന്മാരുടെ എത്രയോ കുട്ടികൾ പോലീസായിട്ടുണ്ട്. കുടിയന്മാരുടെ കുട്ടികൾ എത്രയോ പേര് ഡോക്ടറായിട്ടുണ്ട്. ഒരു സാധാരണ ചെരുപ്പ് തുന്നി നടന്ന അയാളുടെ മകൻ പോലും അമേരിക്കയിൽ പ്രധാനമന്ത്രി ആയിട്ടില്ലേ സാറേ? അച്ഛന്മാരെ പോലെ ആവണമെന്നില്ല സാറേ പിള്ളേരെ. ഇത് ദയവായി വിശ്വസിക്കണം സാറേ. സാറ് മനസ്സ് വെച്ചാൽ നടക്കും. അങ്ങ് കൊടുക്കുന്ന ഈ അവസരം അവന് മാത്രമല്ല, അവനെ പോലെ ആകണമെന്ന് വിചാരിക്കുന്ന മറ്റു കുട്ടികൾക്ക് പോലും ചേർത്താ പറയുന്നത്. സോറി സാറേ, എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. പ്ലീസ് സാർ. മോനെ. അച്ഛാ, സംഗതി റെഡിയാ? സത്യമാണോ അച്ഛാ? സംസാരിച്ചു വന്നപ്പോ ആള് നല്ല മനുഷ്യനല്ലേ മോനെ? അതെ അച്ഛാ. അതൊന്നുമില്ല മോനെ, അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാ പ്രശ്നമായത്. നിനക്കതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അച്ഛൻ പറഞ്ഞു. ചെയർമാന് അത് മനസ്സിലായേ? നാളെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ലിസ്റ്റിൽ വരും. സന്തോഷായില്ലേ? കെട്ടിപ്പിടിക്കടാ. ന്യായമായിട്ട് കിട്ടേണ്ടത് ഏതിലേ പോയാലും കിട്ടിയിരിക്കും. താങ്ക്സ് അച്ഛാ. എന്തു പറ്റും മൈക്കിള്? ഒരു മാച്ചല്ലേ തോറ്റത്, അതിനെങ്ങനെ റിസൈൻ ചെയ്യണോ? അവർ തോറ്റത് കൊണ്ടല്ല സാർ ഞാൻ റിസൈൻ ചെയ്യുന്നത്. ഇനി ഒരിക്കലും അവർ തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ചാറ്റർജി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് നാളെ വന്ന് കോച്ചായി ചാർജ് എടുക്കും.
താങ്ക് യു സാർ. എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദി. ഡാ, ഇവരൊക്കെ ആരാ? അന്ന് ഇവന്മാരാ മോനെ ഹോസ്റ്റലിൽ വന്ന് നമ്മളെ ആക്രമിച്ചത്. ഇവിടെ വെച്ചൊന്നും വേണ്ട, പുറത്ത് വെച്ച് സംസാരിക്കാം. സോറി സാർ. അങ്ങനെയല്ല, ഇത് ഇവിടെ വെച്ച് സംസാരിച്ച് തീർക്കേണ്ടതാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവന്മാരെ അയച്ചത് ആരാന്നറിയണ്ടേ? ഇയാള് എന്തിനാ സാർ? റായ്പൻ, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സാണ് അവന് ടീമിൽ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. അത്ര റിസ്ക് അവരെടുക്കില്ല. സാറേ, എൻ്റെ ജോലി അവൻ്റെ ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ കാര്യമാക്കുന്നില്ല. എന്താ സർ? എക്സ്ക്യൂസ് മീ. റായ്പൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്പോർട്സ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിസിനസ്. സ്പോർട്സ് കൊണ്ട് ഒന്നുറപ്പ്, ഒരുവൻ ഒരു തവണയെങ്കിലും നാഷണൽ ടീമിൽ വന്നു കഴിഞ്ഞാൽ അവൻ തോറ്റാലും ജയിച്ചാലും അവന് ഗവൺമെന്റ് ജോലി ഉറപ്പ്. വലിയ ജോലിയാ സാറേ. റെയിൽവേ, കസ്റ്റംസ്, എയർപോർട്ട്, അങ്ങനെ MP, മിനിസ്റ്റേഴ്സ്, ബിസിനസ്മാൻ, അതുപോലെയുള്ള വലിയ വലിയ ആളുകൾക്ക് അവരുടെ മക്കൾ നാഷണൽ ടീമിൽ ഉണ്ടാകുക എന്നത് ഒരു പ്രൗഡ്. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും തരാൻ അവർ തയ്യാറായിരിക്കുക. നിങ്ങളുടെ മകനെ ഞാൻ ടീമിലേക്ക് സെലക്ട് ചെയ്താൽ നിങ്ങൾ എനിക്ക് എത്ര തരും? 10 പൈസ പോലും ഞാൻ തരില്ല. എനിക്ക് എത്ര വേണമെങ്കിലും തരാൻ കഴിയും. അങ്ങനെ ഒരു പക്ഷെ ചെയ്താ എന്റെ മകന്റെ കഴിവ് ഞാൻ ചവറ്റുകൊട്ടയിടുന്നതിന് തുല്യമായി തീരും. അവൻ മിടുക്കനാ, അവൻ വളർന്നു വരും. കണ്ടോളാം. എന്നെ മറികടന്ന് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളും കളിക്കാരാ സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഫുട്ബോൾ അറിയില്ല. എന്നാൽ ഞങ്ങളുടെ കളി വെറിയായിട്ടുള്ള കളിയായിരിക്കും. എന്നാ വരട്ടെ സാറേ. മോനെ. അച്ഛാ, സംഗതി ശരിയാടാ. വികലെ റാവുത്തറിന്റെ കടയിലൊന്ന് നിർത്ത്, രാവിലെ വരാന്ന് പറഞ്ഞതാ ഞാൻ. ശരി അച്ഛാ. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. ശരി അച്ഛാ. പൊയ്ക്കോ. നമസ്കാരം ചേട്ടാ. എന്താ ജാടാണ് നിനക്ക്? നീ ആരാന്നാണ് നിന്റെ വിചാരം? നിന്നെ ശരിയാക്കൂടാ. നിന്നെ നിന്റെ സ്ഥലത്ത് വെച്ച് അന്ന് ഞാൻ തീർത്തേനെ. എന്തോ ലോകം മുഴുവനും നീ അടക്കി വാഴുന്ന രീതിയിലല്ലേ സംസാരിച്ചതെന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ നിന്റെ ജീവിതശൈലി മാറിയ കണ്ടോ? അതാ നിന്നെ കുറച്ച് കളി പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നമ്മൾ ഈ ലോകത്തിൽ വെറും പുഴുവാ. നമുക്ക് മേലെ ഒരാളുണ്ടാവും. നിന്നെ വാചകമല്ലേ? റാവുത്രേ, ആ മുദ്രപത്രം ഇങ്ങെടുക്ക. നീ എന്റെ മകനെ ടീമിലേക്ക് എടുത്തത് എന്നോട് കാശ് വാങ്ങിയിട്ടാണെന്ന് ഒപ്പിട്ടതാടാ. എന്റെ ജോലി പോവും. ഓഹോ, നീ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിന്റെ ജീവൻ പോവും. കുഴപ്പമില്ലേ? കാശുള്ളവന് വലുതാകാൻ 1000 വഴികളുണ്ടാവും. പാവപ്പെട്ടവർക്ക് മുന്നേറാൻ സ്പോർട്സ് പോലെ 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതും ഒരു കച്ചവടമാക്കിയല്ലേ? എന്റെ മകൻ മാത്രമല്ല, കഴിവുള്ള എല്ലാ പിള്ളേരുടെയും പേര് നാളെ 10 മണിക്കുള്ളിൽ ലിസ്റ്റിലുണ്ടാവണം. ഇല്ലെന്ന് വെച്ചോ, ഈ മുദ്രപത്രം എവിടെ ഇരിക്കണമോ അവിടെ ഉണ്ടാവും. ഹേയ് ശർമ്മ, നിന്റെ ജോലി പൊയ്ക്കോട്ടെ എന്ന് കരുതി നീ വൃത്തികെട്ട കളി എൻ്റെ അടുത്ത് കളിച്ചാൽ നിന്റെ ജീവൻ ഞാൻ എടുക്കേണ്ടതായി വരും. പോടാ.
നിക്ക് മറ്റുള്ളവന്റെ വയറ്റിലടിച്ച് സമ്പാദിച്ച കാശല്ലടാ ഇത് ആപത്ത് സമയത്ത് ഉപകരിക്കില്ലടാ. നീ ജാട്ടിയിട്ട് പോയാ മതിയടാ. ഡൽഹിയിലേക്ക് വരുമല്ലോ അവന്റെ മകൻ. അവിടെ വെച്ച് ഈ കണക്ക് ഞാൻ തീർത്തോളാം. വന്നല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. നീ പറഞ്ഞ പോലെ നിന്റെ ടീം ഈ മാച്ച് കളിക്കട്ടെ. നല്ല ഒന്നാം തരം അടി നിനക്ക് എൻ്റെ അച്ഛൻ തന്നുവല്ലേ, അതും കക്കൂസിൽ വെച്ച്. മാസ് കോട്ട് വിട്ട് കോച്ചായി വന്നപ്പോൾ ബോറടിക്കുന്നു ഞാൻ വിചാരിച്ചതാ. വില്ലനായി വന്നപ്പോഴാണ് ഗെയിമിന് ചൂട് കയറിയതല്ലേ. കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ കളിക്കട്ടെന്ന്. നമുക്ക് പുറത്തിറങ്ങി കളിക്കാൻ ചക്കരെ. പിള്ളേരുടെ കൂടെ ഞാൻ നിൽക്കുന്നു, കപ്പ് ഞങ്ങൾ എടുക്കുന്നു, അതിനുശേഷം ഞാൻ നിന്നെ തീർക്കുന്നു. എന്താ ഈ ഫുട്ബോൾ കളിക്കാതെ 4-5 വർഷമായി ടച്ചെല്ലാം വിട്ടുപോയെന്നേ. എന്നാ പണി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ. നീ അസോസിയേഷനിലുണ്ട്, പിന്നെ പവർ ഉണ്ടെന്ന് കരുതി നീ എൻ്റെ അടുത്ത് തറ പരിപാടി കാണിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ, നിന്നെക്കാളും വലിയ ഗെയിം കളിക്കാൻ എനിക്കറിയാം. നിന്റെ ഈ പണി ഒന്ന് സംസാരിച്ചപ്പോഴേ പേടിച്ചു കണ്ടില്ലേ? റായപ്പന്റെ കലാപരിപാടിയല്ലേ കണ്ടിട്ടുള്ളൂ നീ. മൈക്കിൾ റായപ്പന്റെ കലാപരിപാടി എന്താണെന്ന് കണ്ടിട്ടില്ലല്ലോ നീ. ചുമ്മാ